ഞങ്ങളുടെ ബന്ധം അത്രയ്ക്ക് വളർന്നു കഴിഞ്ഞു. എന്നുവെച്ചാ ഇവൻ എന്തീ പറയുന്നേ? ഹേയ്, ഒന്നുമില്ല. ഒന്നുമില്ലാതിരിക്കില്ലല്ലോ. ഇപ്പോഴും എന്റെ മോളെ ഉൾക്കൊള്ളാൻ ഇവന് കഴിഞ്ഞിട്ടില്ല. അതേപ്പറ്റിയാ ഞാൻ സംസാരിച്ചത്. നിന്നെ വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊരാവശ്യം പറഞ്ഞപ്പോ അതിനിവൻ എതിർക്കുന്നത് തന്നെ എനിക്ക് വേദനയാ. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി. പെട്ടെന്ന് മാളുവിന്റെ കാര്യം ഞാൻ ഇവനോട് പറഞ്ഞേ. അതെന്റെ ഭാഗത്തുണ്ടായ വീഴ്ചയാ. അതുകൊണ്ട് അവളെ ഒരു ഭാര്യയെ കാണാൻ ഇവന് ബുദ്ധിമുട്ടുണ്ടാവും. എടാ, ആണും പെണ്ണും തമ്മിൽ അങ്ങനെ തന്നെയാ വിവാഹം നടക്കാറുള്ളത്. പെട്ടെന്ന് പലരും പെണ്ണ് കാണുന്നതും വിവാഹം ചെയ്ത് കൂടെ കൂട്ടുന്നതും. പെണ്ണ് കണ്ട് വിവാഹം വരെ കുറച്ചു മാസത്തെ ഗ്യാപ്പ് ഉണ്ടാവും, സംസാരിക്കാനും സ്വപ്നം കാണാനും ഒക്കെ. ഇവിടെ അങ്ങനെ കൂട്ടിയാ മതി. ദേഷ്യം കൂടുതൽ വേണ്ട. അനാഥയായൊരു തട്ടുകടക്കാരിയെ, അതും ഇവിടെ വീട്ടുവേലയ്ക്ക് നിന്നവളെ ഞാൻ മരുമകളാക്കില്ല. അങ്ങനെയൊരു നാണക്കേട് ഞാനായിട്ടുണ്ടാക്കി വെക്കില്ല. ഇനി നീ ഏട്ടത്തെ സ്വാധീനിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഇവനെ മാളുമായിട്ട് ഒന്നിക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്ക്. അല്ലാതെ മറ്റൊരു സംസാരം വേണ്ട നിങ്ങൾക്കിടയില്. നിന്റെ മൊബൈൽ എവിടെടാ? എന്തിനാ അപ്പച്ചി? നിന്റെ മൊബൈൽ എവിടെയെന്നാ ചോദിച്ചത്. ഇരിക്കുന്നു. ഇതെന്നേ എന്റെ കയ്യിലിരിക്കട്ടെ. എനിക്ക് പലരും വിളിക്കാനുള്ളതാ. വിളിക്കുന്നവരെ നീയുമായിട്ട് സംസാരിക്കാൻ യോഗ്യരാണെങ്കിൽ ഈ മൊബൈൽ ഞാനിവിടെ കൊണ്ടുതരാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അപ്പച്ചിയെ 1% പോലും എതിർക്കാൻ അരുണിന് കഴിയില്ല പാപ്പ. അതുകൊണ്ട് കാർത്തൂന്റെ കുടുംബജീവിതം ഒരു സ്വപ്നം മാത്രമായിട്ട് മാറുമെന്നാ എന്റെ സംശയം. ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അപ്പച്ചിയുടെ മോളെ ഏതായാലും അരുൺ സാറ് കല്യാണം കഴിക്കില്ല. നിനക്കറിയാലോ പാപ്പ, ഉണ്ണിക്ക് വേണ്ടി അധ്വാനം മുഴുവൻ മാറ്റിവെച്ചപ്പോ കാർത്തൂന് വേണ്ടി ഞാൻ ഒന്നും കരുതിയില്ല. ഇത്തിരി പൊന്നു വാങ്ങാനൊക്കെ പോകുമ്പോ മോള് തന്നെ പറയും, ഉണ്ണിയേട്ടന് ഒരുപാട് ചെലവുള്ളതല്ലേ, എനിക്കൊന്നും വേണ്ടെന്ന്. അതുകൊണ്ട് കാര്യമായിട്ട് മോക്കെന്തെങ്കിലും കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല. കുറച്ചേ ഉള്ളുവെങ്കിലും പവിത്രയ്ക്ക് കിട്ടിയ സ്വർണം മുഴുവൻ വിറ്റത് ഉണ്ണിയുടെ പഠിത്തത്തിന് വേണ്ടിയാ. ഒരു ഇത്തിരി പൊന്നോ ഇത്തിരി പണമോ കാർത്തൂന് കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലടാ. അങ്ങനെയുള്ളപ്പോഴാ അതൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് കാർത്തൂനെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരാൾ വന്നത്. അങ്ങനെ ഒരാൾ ഇനി വരാൻ പ്രയാസമാ. അതുകൊണ്ട് ഇനി എന്തൊക്കെ ആദർശങ്ങൾ പറഞ്ഞിരുന്നാലും എന്റെ കാർത്തൂനിനൊരു രക്ഷ അരുണാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എങ്ങനെങ്കിലും എല്ലാം ഒന്നും കലങ്ങി തെളിയണമെന്നാണ് എന്റെ പ്രാർത്ഥന. നീയോ സമാധാനപ്പെടുകണ്ണ. അരുൺ സാറ് കാർത്തൂന് വിധിച്ചതാ. അല്ലെങ്കിൽ അവരെ തമ്മിൽ ദൈവം കാണിക്കില്ലായിരുന്നു. എന്നാ ഒരു വീട്ടിൽ നിന്ന് 2 ബന്ധം എടുക്കുന്നത് നല്ലതല്ലെന്ന് അയാൾക്കെങ്കിലും തോന്നണ്ടേ? അവൻ ഒരിക്കലും ദേവിയുടെ മുഖത്ത് നോക്കി ഇതൊന്നും പറയില്ല. അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മയുടെ മൊബൈൽ ഇതാ. ഞാൻ കാർത്തൂനൊന്ന് വിളിക്കട്ടെ. അയാളിപ്പൊ എന്റെ വിളിക്കായിട്ട് കാത്തിരിക്കുമായിരിക്കും. ഇന്ന് ഏതായാലും വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അമിത ആവേശം കാട്ടിയാലേ ഉള്ളതോടെ ഇല്ലാണ്ടാവേ. എന്നാ പിന്നെ മുറിയിലെത്തിയിട്ട് അമ്മയൊന്ന് വിളിക്ക്. ഈ രാത്രി ഞാൻ അവളെ വിളിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ വിളിച്ചിട്ട് ഞാൻ എന്ത് പറയാനാ? എങ്ങനെയാ കൊച്ചിനെ ആശ്വസിപ്പിക്കാനാ? അമ്മ ചിന്തിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. ഞങ്ങളുടെ സ്നേഹം ഒരുപാട് വളർന്നു കഴിഞ്ഞു. എത്ര വളർന്നാലും നിങ്ങളുടെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ അവളുടെ മുഖം മറക്കാവുന്നതേ ഉള്ളൂ. താലികെട്ട് കഴിഞ്ഞെങ്കിലും അനാവശ്യം പറയരുത്. ഇതൊക്കെ പിള്ളേരുകളിയാണെന്നോ നിന്റെ വിചാരം? സിനിമയല്ലേ ജീവിതം, അത് മനസ്സിലാക്കിക്കോ. എന്നോട് നേരം പോക്കിന് പറഞ്ഞത് അപ്പച്ചോട് പറയണ്ട. താലിയിട്ട് കഴിഞ്ഞാലോന്ന്. അതൊക്കെ നിസ്സാരമാണെന്നാണ് നിന്റെ വിചാരം? ഇനി മേലി പറഞ്ഞു പോരുത്. എന്തിനാ സാറെ വിളിപ്പിച്ചത്? തന്നെ കണ്ട് അഭിനന്ദനം അറിയിക്കാനല്ല. കാർത്തു എന്ന വശീകരണ സ്വഭാവമുള്ള പെണ്ണിനെ മതിയെന്ന് പറഞ്ഞ് വാശി പിടിക്കുക എന്റെ അനന്തരവൻ അരുൺ.
അതീന്ന് അവനെ പിന്തിരിപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. എന്നാ അവിടെ പിന്തിരിഞ്ഞു പോണ്ടത് അവളാ, കാർത്തു. അതിന് താൻ എന്നെ സഹായിക്കണം. അതിപ്പോ ഞാനെങ്ങനെ സഹായിക്കാനാ സാറേ? പണം എത്ര വേണമെങ്കിലും ഞാൻ തരാം, പക്ഷേ കാര്യം നടക്കണം. ഞാൻ സംസാരിച്ചാ അവര് കേൾക്കുന്നോന്നറിയില്ല. നല്ല തറവാട്ടിൽ പിറന്ന ഒരാളെ കണ്ടപ്പോ, നല്ല ജോലിയുള്ള ഒരു പയ്യനെ കണ്ടപ്പോ, സാധാരണ കുടുംബത്തിൽ പിറക്കാത്ത പെണ്ണുങ്ങൾ ചെയ്യുന്ന പണി അവള് ചെയ്തു. എന്റെ അരുണിനെ സ്നേഹം കൊണ്ട് മയക്കി. ഇനിയിപ്പോ അവനെ വിട്ടുപോകാൻ നഷ്ടപരിഹാരം കൊടുക്കാം. അവൾക്കൊരു വിവാഹം നടത്താനുള്ള സ്വർണവും പണവും കൊടുക്കാം. എങ്ങനെയെങ്കിലും അവളെ അവന്റെ മനസ്സിൽ നിന്ന് മാറ്റണം. അതിന് ഞാനിപ്പോ ഇത് വച്ചോ. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു. എന്റെ ജീവിതം എന്റെ 2 മക്കളും പിന്നെ എന്റെ 2 അനന്തരവന്മാരുമാണ്. അവരുടെ കൂടിച്ചേരൽ എന്നെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ടുള്ള ആഗ്രഹ. മൂത്ത മോളും അനന്തരവനും ഒന്നിച്ചു കഴിഞ്ഞു. ഇനി വേണ്ടത് അരുണ. ആ വിവാഹം കൂടി നടന്നു കഴിഞ്ഞാൽ പിന്നെ മരിച്ചാലും കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഇനി കാണുന്നത് ആ തട്ടുകടക്കാരി ബന്ധം വേണ്ടെന്ന് പറഞ്ഞ വാർത്തയും കൊണ്ടായിരിക്കണം. ആ സമയത്ത് വീട്ടിലെ ഫോണിന്റെ മുമ്പില് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വന്നിരിക്കും. ഒന്ന് വിളിച്ചെങ്കിൽ എന്ന് മനസ്സിനകത്തൊരു പ്രാർത്ഥനയാ. കണ്ണേട്ടനാണെങ്കിലോ അങ്ങനെ വിളിക്കുന്നതും പ്രേമിക്കുന്നതും ഒന്നും ഇഷ്ടമല്ല. ഒന്ന് വിളിച്ചാലോ 2 വാക്ക് പറയും. അന്നൊക്കെ കരുതിയത് ആളൊരു പരുക്കനാണെന്നാ. പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷമാ ആ പരുക്കന്റെ ഉള്ളില് എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ഹൃദയം ഉണ്ടെന്ന് മനസ്സിലായത്. അതുകൊണ്ടെന്താ, ജയിലിൽ പോയിട്ട് ഇത്രയും ദിവസമായി. പക്ഷെ കൂടെ ഉണ്ടെന്നൊരു തോന്നലായപ്പോഴും ഇടയ്ക്കൊക്കെ ഉറക്കത്തിൽ വന്ന് തട്ടി വിളിക്കുന്ന പോലെ തോന്നും. മോളും അതുപോലെ തന്നെയാ. ഉറക്കത്തില് അച്ഛാന്ന് പിച്ചും പേയും പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം വലിയ വീടോ ഏക്കർ കണക്കിന് പറമ്പോ ലക്ഷക്കണക്കിന് രൂപയൊന്നുമല്ല. എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങി നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെയാ. അങ്ങനെ ഒരാൾ നമ്മളെ തേടി വന്നാ പിന്നെ എവിടെ വേണമെങ്കിലും ജീവിക്കാം, എത്ര കാലം വേണമെങ്കിലും. അതുപോലുള്ള ഒരു വലിയ കുടുംബത്തെ കയറി ചെല്ലാൻ എന്ത് യോഗ്യതയാണ് ഉൾക്കുള്ളത്? അച്ഛനുണ്ടോ? അമ്മയുണ്ടോ? അല്ല, പറയാനൊരു കുടുംബമെങ്കിലും ഉണ്ടോ? ഉണ്ടടാ. സ്നേഹിക്കാനൊരു മനസ്സുണ്ട് സുശീല. എന്താ സുശീല, അറിയൂ തന്നെ? പിന്നെ അറിയാതെ. അപ്പോഴേ ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, സ്നേഹിക്കാൻ ഒരു മനസ്സുണ്ട് കാർത്തൂന്. അതിനാ അരുൺ സാറ് മാർക്കിട്ടത്. അതെ, പയ്യന്റെ അപ്പച്ചിക്കാ പയ്യന്റെ കുടുംബത്തിന്റെ മേൽനോട്ടം. അവർക്കിത് ഇഷ്ടമല്ല. ഞങ്ങള് പയ്യനെ മാത്രമേ നോക്കുന്നുള്ളൂ. അരുൺ സാറിന് ഇഷ്ടമാണെങ്കിൽ കാർത്തു അരുൺ സാറിനൊപ്പം ജീവിക്കും. അവരുടെ വാക്കും കേട്ടോണ്ട് ഇവിടെ വന്ന് ഞങ്ങളെ തിരുത്താൻ നോക്കണ്ട. തന്റെ വീട്ടിലേക്ക് വന്നപ്പോ ഏത് രീതിയിലാണ് ഇവരോടൊക്കെ പെരുമാറിയത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അന്ന് ലോഡ്ജിൽ അരുൺ സാർ വന്നില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നോ? സ്വന്തം ചേച്ചിയുടെ വീടാ, കുടുംബ വീടാന്ന് കരുതിയാ അങ്ങോട്ട് വന്നത്. എന്നിട്ട് ഒരു ദിവസം തികച്ച് മനസ്സമാധാനം തന്നിട്ടില്ല. സുശീല, അരുൺ സാറ് കാർത്തൂന് വേണ്ടാന്ന് പറഞ്ഞ കാർത്തു ചിലപ്പോൾ ഒഴിഞ്ഞു പോയേക്കും. അല്ലാതെ അപ്പച്ചിയും കിപ്പിച്ചിയും പറഞ്ഞു എന്നും പറഞ്ഞു വന്നാ ഞങ്ങൾ ഒരു തീരുമാനം എടുക്കില്ല. എല്ലാം ഇതുപോലെ തന്നെ ചെന്ന് പറഞ്ഞേക്കേ. ഓ, ഞാനങ്ങ് പറഞ്ഞേക്കാം. എനിക്കെന്താ കുഴപ്പം? എന്നാ ചെല്ല്. അല്ലേ മോളെ, എന്താ ഒരു വിഷമം പോലെ? വല്ലാത്തൊരു പ്രതിസന്ധിയില കണ്ണേട്ടാ, അതാ കാണാൻ വന്നത്. എന്തു പറ്റി മോളെ? അരുൺ സാറിനെ വിട്ടുകൊടുക്കണമെന്ന് പറയുക അപ്പച്ചി. അതിനു വേണ്ടിയിട്ട് സുശീലേട്ടനെ വിട്ടിരുന്നു. സുശീലനെയോ? അതിനാ?
അപ്പേട്ടനും പവിത്രേടത്തെയും പറയാവുന്നതൊക്കെ പറഞ്ഞാ മടക്കി അയച്ചത്. ആ ദേഷ്യത്തിലാ അപ്പച്ചി എന്നെ വിളിച്ചത്. എന്ത് വേണമെന്ന് ഒരു നിശ്ചയവും ഇല്ല. അതിന് മോളല്ലല്ലോ ഇവിടെ കുറ്റക്കാരി. അരുണിനെ സ്നേഹിച്ചത് മുതൽ താലി കെട്ടിയത് വരെ മോളുടെ താല്പര്യപ്രകാരമൊന്നുമല്ല. അരുൺ ഒരുപാട് നിർബന്ധിച്ചിട്ട് തന്നെയാ. ഇതൊക്കെ അരുണിനും അറിവുള്ള കാര്യമല്ലേ. പിന്നെ മോൾ ഒഴിഞ്ഞു പോകേണ്ട കാര്യം എന്താ? അരുൺ അങ്ങനെ പറയാത്തിടത്തോളം കാലം അതിന്റെ ആവശ്യമില്ല. ഇനി പറഞ്ഞൊന്നിരിക്കട്ടെ, അപ്പോഴും അതൊരു ശരിയായ പ്രവൃത്തിയാണെന്ന് ഞാൻ പറയില്ല. സ്വന്തം ചുറ്റുപാടുകളെ കുറിച്ച് ആലോചിക്കേണ്ടത് അരുണായിരുന്നു. അതിന് അയാൾ തയ്യാറായില്ലെങ്കിൽ അത് അയാളുടെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും വലിയ വീഴ്ചയാ. എന്തായാലും സാറ് ഞാൻ കാരണം വേദനിക്കേണ്ടി വരുന്നത് എനിക്ക് വലിയ വിഷമമാ. നമ്മളെ ഒരുപാട് സഹായിച്ച ആളെന്ന നിലയിൽ എനിക്കുണ്ട് മോളെ വിഷമം. പക്ഷെ ഇവിടെ നമ്മൾ എന്താ ചെയ്യാ? ഒരാളുടെ കെട്ടുതാലി ഇട്ടിട്ട് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ മോളെ കൊണ്ട് പറ്റില്ല. അങ്ങനെ ഞാനൊട്ട് പറയുകയില്ല. പിന്നെ മോളിവിടെ താലി കെട്ടിയ ആളുമായിട്ട് ഒന്നിച്ച് ജീവിക്കാതെ കൺമുമ്പിൽ കഴിയുന്നത് ഞാൻ കാണേണ്ടി വരില്ലേ? അത് സാരമില്ല കണ്ണേട്ടാ. കണ്ണേട്ടനും കൂടി ഇങ്ങ് വന്നാ പിന്നെ എനിക്കൊരു പ്രശ്നവും ഇല്ല. ആവശ്യത്തിന് ആൾക്കാരരികിലായി. അത് മോക്ക് സന്തോഷമായിരിക്കും. എന്നാ ഞങ്ങൾക്ക് അതൊരു ആശ്വാസമായിട്ട് എടുക്കാൻ പറ്റില്ല. അരുണിനോട് പറയണം എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അപ്പച്ചിയെ അറിയിക്കാൻ. താലി കെട്ട് കഴിഞ്ഞൊന്ന് പറയണം. അതൊന്നും നടക്കുന്ന കാര്യമല്ല കണ്ണേട്ടാ. പറയാൻ പറ്റുമായിരുന്നെങ്കിൽ അരുൺ സാർ എന്നേ പറഞ്ഞേനെ. നമ്മൾ ഇക്കാര്യത്തിൽ സ്വാർത്ഥരാവാൻ പാടില്ല. അതിനാരാ സ്വാർത്ഥരായത്? ആ സുശീലിന് രണ്ടെണ്ണം കൊടുത്ത് വിട്ടുകൂടായിരുന്നു പപ്പേട്ട. ഞാനെങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കാലുതലി ഓടിച്ചവന്റെ. അന്ന് അരുൺ സാറിന്റെ അപ്പച്ചിയുടെ ഇടനിലക്കാരനായി വന്നോണ്ട് മാത്രമല്ല, അവൻ കാർത്തൂനോട് കാണിച്ച തോന്നിവാസം അത്രയ്ക്കാ. അതൊരർത്ഥത്തിൽ നന്നായില്ലടാ. അന്ന് അവൻ അഭിനയിക്കാൻ കൊണ്ടുപോയത് കൊണ്ടാ കാർത്തുവിന്റെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞത്. ആ അതും നേരാ. ഒരു ദോഷത്തിന് ഒരു ഗുണം. എന്നാലും സ്വന്തം ചേച്ചിയും ഭർത്താവും ആയിട്ടും കൂടി അതിന്റെ എന്തെങ്കിലും ഒരു സ്നേഹം അവരുടെ ഭാഗത്തുനിന്നുണ്ടായോ? ഈ സുശീലൻ എന്ന് പറയുന്നവരുണ്ടല്ലോ, അവനെ സ്ത്രീ വിഷയത്തിൽ ഇത്ര പ്രശ്നമാ. അതുകൊണ്ടാ ചേച്ചിക്കൊപ്പം അയാൾ കണ്ണന്റെ തറവാട്ടി വന്ന് നിന്നപ്പോഴൊക്കെ കണ്ണൻ മുഷിഞ്ഞ് സംസാരിച്ചിട്ടുള്ളത്. പിന്നെ മുറ്റത്ത് കിടക്കുന്ന ഒരു കരിയില അയാൾ കുനിഞ്ഞെടുക്കൂല. എന്നാലോ സമയത്ത് വന്ന് നന്നായി ആഹാരം കഴിക്കുകയും ചെയ്യും. അതിനെയും കണ്ണൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ മനസ്സിൽ വെച്ചിട്ടാ ഒരവസരം വന്നപ്പോ അയാൾ അത് മുതലാക്കിയത്. മിക്കവാറും അരുണിന്റെ അപ്പച്ചിയുടെ കയ്യിൽ നിന്നും നല്ല പൈസ വാങ്ങിയിട്ടുണ്ടാവും. ഒരുമാതിരി ബ്രോക്കർ പണിയല്ലേ. പൈസ കിട്ടിയ എന്തിനും അവൻ കൂട്ടുനിൽക്കും. അരുണിനെയും കാർത്തൂനെയും രണ്ടാക്കി കൊടുക്കാമെന്ന് വാഗ്ദാനവും കൊടുത്തു കാണും. ഈ വീടും വീട്ടുകാരെയും എന്നെ അവൾ അറിഞ്ഞു കഴിഞ്ഞു. അതൊക്കെ മനസ്സിലാക്കിയിട്ടും നിന്നെടുത്ത് തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അവളുടെ ഉദ്ദേശം വേറെയാ. അത് അവളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞാലേ നിനക്ക് മനസ്സിലാവൂ. അപ്പച്ചി, കാർത്തു ഒരു പാവം കൊച്ചാ. അരുൺ, പോത്തുപോലെ വളർന്ന നിന്നെ ഒന്ന് രണ്ട് തവണ ഞാൻ തല്ലി. ഇനി എനിക്കിതിന് വയ്യ. ദയവ് ചെയ്ത് എന്റെ കയ്യിൽ നിന്ന് തല്ലെരുന്ന് വാങ്ങരുത്. അവളെ നീ പുകഴ്ത്തി സംസാരിക്കുമ്പോ എന്റെ ശരീരം തിളയ്ക്കുക. നിനക്കറിയാലോ, ഇതിനു മുൻപൊക്കെ ചെറിയൊരു തെറ്റ് ചെയ്താൽ മതി, പിന്നെ ചൂരില് പുറത്താ. അതിനുള്ള അവസരം അനന്തയെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അവിടെയും നീ എന്റെ പ്രിയപ്പെട്ട അനന്തരവനായിരുന്നു. അങ്ങനെയുള്ളവൻ ഇനി എന്നെ ചോദ്യം ചെയ്യാൻ നോക്കണ്ട. ഞാൻ മാളൂനെയും കൂട്ടി പോകാന്ന് പറഞ്ഞു. പോയാലും നിന്റെ ഉള്ളില് വേണം. കാർത്തൂന്ന് കറുത്തവാവല്ല, മാളു വന്ന എന്റെ മോള്. ഉണ്ണിക്കൊപ്പം കാർത്തൂനെ നെഞ്ചിൽ കിടത്തി വളർത്തുമ്പോ അവളുടെ വിവാഹവും നല്ലൊരു കുടുംബജീവിതവും ഒക്കെ സ്വപ്നം കണ്ടതാ. ജയിലിൽ കിടക്കുമ്പോഴും അവൾ ഒന്നിച്ച് ജീവിക്കുന്ന പുരുഷനോടൊപ്പം ഇവിടെ വന്ന് എന്നെ കാണുന്നതും അവളുടെ മുഖത്തെ സന്തോഷവും ഒക്കെ ഞാൻ മനസ്സിൽ കണ്ടതാ. ഇനി കാർത്തു വരുമ്പോ ഞാൻ അതിനെപ്പറ്റി പറയാം. അരുൺ സാറ് വന്ന് വിളിച്ചാ പോകണമെന്നും പറയാം. ഇന്നേതായാലും വക്കീലും ദീപനോട് പോയിട്ട് വരട്ടെ. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുക്കാം. നീ വിഷമിക്കൊന്നും വേണ്ട. അരുൺ സാർ എന്തായാലും കാർത്തുവിനെ വിട്ടുകളയില്ല, ഒരിക്കലും.
അവസാനം അപ്പച്ചിയുടെ നേർക്ക് നേരെ നിന്ന് സംസാരിച്ചിട്ടായാലും താലി കെട്ടിയ പെണ്ണിനെ അരുൺ സാറ് കൂട്ടിക്കൊണ്ട് പോവും. അമ്മയും മോളും ഇന്ന് വരുമോ സാറേ? എന്റെ കാര്യം എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിക്കേ, ഞാൻ പറയാം. അല്ലാതെ എന്റെ ഭാര്യയുടെയും മക്കളുടെയും കാര്യമൊന്നും എനിക്കറിയില്ല. സാറിനെ പോലെ ഒരാളെ കിട്ടിയത് കൊച്ചമ്മയുടെ ഭാഗ്യം. വിവരമുള്ള ആണുങ്ങള് ഭാര്യ തന്നെക്കാൾ മുകളിൽ ചിന്തിക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കിയാൽ, അവര് സ്വല്പം പ്രശ്നക്കാരാണെന്ന് മനസ്സിലാക്കിയാൽ കുറച്ച് താഴ്ന്നേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ കുടുംബ കോടതിയും ഡിവോഴ്സും ഒക്കെ ആയിരിക്കും ഫലം. കാര്യങ്ങൾ അത്രത്തോളം പുരോഗമിച്ചിരിക്കുക. എന്തു ചെയ്യണമെന്ന് എനിക്ക് ഒരു നിശ്ചയമില്ല. അവസാനത്തെ കളി കളിക്കേണ്ടി വരുടാ. എന്ത് ചെയ്തിട്ടായാലും ശരി, കാർത്തൂന് സങ്കടം നീക്കിയേ പറ്റൂ. ഇവിടെ ആകെ സപ്പോർട്ടുള്ള അമ്മ മാത്രോ. അപ്പച്ചി വന്നു കഴിഞ്ഞാൽ ശ്വാസം വിടാൻ പറ്റില്ല. ഓരോന്ന് പറയാൻ ധൈര്യം സംഭരിച്ചു നിൽക്കും. ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൊണ്ട് എന്റെ കാര്യം തീരും. കുഞ്ഞുനാൾ മുതൽ ഭയന്നു തുടങ്ങിയത് അപ്പച്ചിന്. അതിപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നിങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞുവെന്ന് അമ്മയോട് പറഞ്ഞൂടെ? അത് ശരിയാ സാറേ. അതിലേക്ക് കാര്യങ്ങളുടെ പോക്ക്. ആ, ഏതായാലും നിങ്ങളവിടെ നിൽക്കണ്ട. ഒരാൾ അകത്തേക്ക് പോയില്ലേ, എന്റെ ഏടത്തിയമ്മ. ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു കാണും നിങ്ങൾ എത്തിയെന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഡ്രൈവറോട് കാർ 200 വിടാൻ പറയും. ക്ഷണം നേരം കൊണ്ട് ഇവിടെ എത്തുകയും ചെയ്യും. ശരിയടാ, നീ ഇടയ്ക്കെങ്കിലും കാർത്തൂനൊന്ന് വിളിക്കാൻ ശ്രമിക്കുക. ശരി. സാറിന് എന്ത് സഹായം വേണമെങ്കിലും പറഞ്ഞാൽ മതി, ഞങ്ങൾ വിളിപ്പുറത്തുണ്ട്. രാത്രി ഇവിടുന്ന് മുങ്ങണമെങ്കിൽ ഒരു കോള് മതി. ഞങ്ങളൊന്ന് കൂട്ടിക്കൊണ്ടു പോയിക്കോളാം, ഇരു ചെവി അറിയാതെ. നോക്കാം നമുക്ക്. ആ ശരി സാറേ. കല്യാണ എത്ര വരെ അടിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ ഇങ്ങനെ പോയാൽ മതിയോ? പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണ്ടേ? അവനാകെ താളം തെറ്റിയ അവസ്ഥയിലാ. ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എന്നോട് ആലോചിക്കാൻ പറഞ്ഞു. വേറെ ഒന്നും ചെയ്യാനില്ല സാറേ. ഞാൻ പറഞ്ഞ നടപ്പുള്ള കാര്യം. ഈ നാട്ടിലൊരു വീടെടുക്കുക, കാർത്തുമായിട്ട് ഒന്നിച്ച് ജീവിക്കാം. അപ്പച്ചി തീയും കത്തിച്ചോണ്ട് വരുവാണെങ്കിൽ അവരുടെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ആ തീ നമുക്കങ്ങോട്ട് കിടത്താം. അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ അവൻ എപ്പോഴേ ചെയ്തേനെ. അവനും അപ്പച്ചിയും തമ്മിലുള്ള ആത്മബന്ധം നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞങ്ങൾ ഒന്നിച്ച് പഠിക്കുമ്പോ കുട്ടിക്കാലത്ത് പേരന്റ്സ് മീറ്റിംഗിന് പങ്കെടുത്തിരുന്നത് അവന്റെ അപ്പച്ചിയായിരുന്നു. അവര് 2 ആൺമക്കളുടെയും കാര്യങ്ങൾ നോക്കിയിരുന്നതും അപ്പച്ചിയാ. പറഞ്ഞത് കേട്ടിട്ട് അവരുടെ ഇടയില് 10-30 വർഷത്തെ അടുപ്പമുണ്ട്. അത് ചെറിയൊരു കാലയളവല്ല. അവര് കല്യാണ ലെറ്ററൊക്കെ അടിക്കാന്ന് പറയുമ്പോ കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയി പാപ്പേട്ട. ഇനിയിപ്പോ അപ്പച്ചി വിളി തുടങ്ങും. ബന്ധുക്കളും നാട്ടുകാരൊക്കെ അറിഞ്ഞ ശേഷം കല്യാണം മുടങ്ങിയ സാഹചര്യം കൂടുതൽ വഷളാവും. അതും ശരിയാ. അല്ല സാറേ, അരുൺ സാറിന് ഇനി പുറത്തേക്ക് ഇറങ്ങാനേ പറ്റില്ലേ? അപ്പച്ചി ഇന്നാ വീട്ടിലില്ലാത്തോണ്ടാ അവിടെ എത്തിയ ഞങ്ങൾക്ക് പോലെ അവനെ കാണാൻ പറ്റിയത്. ഇല്ലെങ്കിൽ ആട്ടി ഓടിച്ചേനെ. എവിടേക്ക് പോയത്? വെറുതെ പുറത്തേക്ക് ഇറങ്ങിയാന്നാ പറഞ്ഞ്. എങ്കിലും അതിനെ ചോദ്യം ചെയ്തപ്പോ അവൻ എന്നോട് തിരിച്ച് ദേഷ്യപ്പെടുമായിരുന്നു. അവൻ ദേഷ്യപ്പെടട്ടെ. ഇനിയിപ്പോ എത്ര കിടന്ന് ചാടിയാലും എവിടെ വരെ പോകുന്നു എനിക്കറിയാം. അതുകൊണ്ട് കൂടുതൽ കടുംപിടുത്തൊന്നും വേണ്ട. കല്യാണ വിളി തുടങ്ങി. ഇനി അവൻ അപ്പച്ചി ചതിക്കില്ല. ചതിച്ചാൽ എന്താ സംഭവിക്കുന്നെന്ന് അവന് നന്നായി അറിയാം. എന്നാലും ഇടയ്ക്ക് വന്ന് അവന് 2 ഡോസ് കൊടുക്കുന്നത് നല്ലതാ. ഇനി കല്യാണം വരെ അവൻ എല്ലാവരോടും ദേഷ്യപ്പെടും. അത് മോള് വലിയ കാര്യാക്കണ്ട. അമ്മ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നിച്ചവിടെ കഴിയാം. കാര്യവിവരമില്ലാത്ത ബോറനായൊരു ഹസ്ബൻഡാണല്ലോ ഇവിടെയുള്ളത്, നിങ്ങളുടെ അച്ഛൻ. അപ്പൊ കുറച്ചു ദിവസം അവിടെ വന്ന് നിന്നാൽ എനിക്കതൊരു ആശ്വാസവും.
അവനെ ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം, അരുണിനെ. ശരി മോളെ. ശരി അമ്മേ. ഒരു സംശയം ദേവ, കല്യാണം കഴിഞ്ഞ് ഞാൻ തനിക്ക് ബോറിനായി. എന്നാൽ ഇന്ന് വരെ എന്റെ ഭാര്യ എനിക്ക് ബോറായി തോന്നിയിട്ടില്ല. എന്റെ മുഖത്ത് നോക്കിയാൽ ആർക്കും ബോറടിക്കില്ല. എന്നാ നിങ്ങളുടെ കാര്യം മറിച്ചാ. ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ടച്ച. എന്നും ഒരേ വിഷയം തന്നെ കേട്ടോണ്ടിരുന്ന ഭയങ്കര മുഷിച്ചില്ല. കഴിഞ്ഞ 10-25 വർഷമായിട്ട് ഞാൻ ഈ മുഷിച്ചിൽ സഹിക്കുക. എത്ര പറഞ്ഞാലും ഇടയിൽ കയറി വരും സംസാരിക്കാനായിട്ട്. ജോലി സ്ഥലത്ത് എത്തുമ്പോൾ മാത്രം സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. വീടിനകത്ത് എന്നോട് സംസാരിക്കാൻ എന്റെ മക്കൾക്ക് പോലും അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അല്ലെങ്കിലും മക്കൾ അച്ഛനെ അറിയുന്നത് അവര് കുടുംബജീവിതം തുടങ്ങിയതിനു ശേഷമാണ്. പ്രത്യേകിച്ച് അമ്മമാരുടെ ശിക്ഷണത്തിൽ വളരുന്ന മക്കൾ. എന്തായി മോളെ? വിളിച്ചിട്ട് എടുക്കുന്നില്ല പപ്പേട്ട. എന്തോ അപകടം ഉണ്ടായെന്നുള്ള കാര്യം ഉറപ്പാ. സംസാരിച്ചു നിൽക്കുമ്പോ വണ്ടിയിൽ എന്തോ തട്ടിയിട്ടുണ്ട്. വിവരങ്ങളൊന്നും അറിയാത്തോണ്ട് എനിക്ക് ഒരു സമാധാനവും ഇല്ല പപ്പേട്ട. ഏയ്, ഒന്നും സംഭവിക്കില്ല മോളെ. ചിലപ്പോ സാറിന്റെ മുന്നിലായിരിക്കും അപകടം നടന്നിട്ടുണ്ടാവുക. അവരെ സാറ് ചിലപ്പോ ആശുപത്രിയിൽ എത്തിച്ചും കാണും. അരുണിന് സ്വസ്ഥത കിട്ടിയിട്ടില്ല. എന്നുവെച്ചാ വീടിനകത്ത് തളയ്ക്കപ്പെട്ടു പോയില്ലേ, പിന്നെ പുറത്തിറങ്ങിയപ്പോഴാ വിളിച്ചത്. അല്ല, അവിടെ ആരുടെയും നമ്പർ അറിയാവോ? വേറെ ആരുടെ അറിയില്ല. ഞാൻ ആ വക്കീലിനെ വിളിച്ചിരുന്നു. സാറ് കോടതിക്ക് അകത്താന്ന് തോന്നുന്നു. മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. എനിക്ക് സാറിനെ ഒന്ന് കാണണം പപ്പേട്ട. സാറിന് എന്തോ പറ്റിയിട്ടുണ്ട്. അങ്ങനൊക്കെ ചിന്തിക്കാതെ മോളെ. സാർ ഉടനെ മോളെ വിളിക്കും. വിളിച്ചു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും തീരുമാനം എടുപ്പിക്കണം. അവിടെ വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങൾ തകൃതിയായിട്ട് നടക്കുക. അവിടെ തയ്യാറെടുപ്പുകൾ പൂർത്തിയായിട്ട് പിന്നെ നമ്മൾ സത്യം പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇനിയിപ്പോ അപ്പച്ചിയാണ് പ്രശ്നമെങ്കിൽ അപ്പച്ചിയെ പോയി കാണണം. അയ്യോ, അത് വേണ്ട പപ്പേട്ട. ഇതെല്ലാം കൂടെ പറയരുത് കാർത്തു. സാറിന് അപ്പച്ചിയോട് വിവരങ്ങൾ പറയാൻ വിഷമം കാണും, പേടി കാണും. എന്നാൽ നമുക്കതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ആദ്യം സാറിന് എന്താ സംഭവിച്ചെന്നൊന്ന് തിരക്ക്. എനിക്ക് എത്രയും പെട്ടെന്ന് സാറിനോട് സംസാരിച്ചേ പറ്റൂ. ഞാനേതായാലും ഉടനെ പോയി അഖിൽ വക്കീലിനെ കാണാം, കോടതി കഴിയുമ്പോ തന്നെ. എന്താ സംഭവിച്ചെന്ന് ഒരു വിവരമില്ലല്ലോ. ഇക്കണക്കിന് അവനെ പൂട്ടിയിടേണ്ടതായിരുന്നു. അവൻ നേരെ അവന്റെ ജോലി സ്ഥലത്തേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. അങ്ങനെയെങ്കിൽ നീ സംശയിക്കുന്നത് പോലെ ഒരു ഒളിച്ചോട്ടം പ്രതീക്ഷിക്കാം. എന്തായാലും അവൻ അവളെയും കൂട്ടി ഇങ്ങോട്ട് വരത്തില്ല. എവിടെയെങ്കിലും ഒളിവി താമസിക്കും. അങ്ങനെ താമസിച്ചാലും അമ്മ മിക്കവാറും അവനെ അവളെയും പിന്തുടർന്ന് കൊല്ലും. വിശ്വാസവഞ്ചന അമ്മ ഒരിക്കലും സഹിക്കില്ല. എടി മഞ്ജു, എന്താണ് ചേട്ടാ? ഇപ്പൊ ഒരു കോൾ ഉണ്ടായിരുന്നു. ആ പെണ്ണ് പറഞ്ഞത് ശരിയാ കാർത്തു. അവനൊരു അപകടം ഉണ്ടായി. ഇപ്പം അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട് അവന്? കൈയുടെ എല്ലിന് ചെറിയ പൊട്ടലുണ്ടെന്നാ പറഞ്ഞത്. അയ്യോ മോനെ, എന്തു പറ്റിയിടാ അവന്? കുഴപ്പമൊന്നുമില്ലമ്മേ. ഞാൻ അപ്പച്ചിയും കൊണ്ട് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. ഞാനും വരുന്നുണ്ടടാ. വേണ്ടമ്മേ, അവൻ എന്തെങ്കിലും സീരിയസ് ഉണ്ടെങ്കിൽ ഞാൻ അമ്മയെ വന്ന് കൂട്ടിക്കൊണ്ടു പോക്കോളാം. വളരെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കുന്നവനാ. എന്നാൽ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അപകടം ഉണ്ടായത്. അതുകൊണ്ടൊന്നും അല്ല. എന്റെ അമ്മ പറഞ്ഞു അവളെ വിളിക്കരുതെന്ന്. എന്നിട്ട് അവൻ പുറത്തു പോയി വിളിച്ചു. അതിന് കിട്ടിയ ശിക്ഷയാ. അവൾ അവന്റെ ഭാഗ്യക്കേടാണെന്ന് 100 തവണ പറഞ്ഞതാ. എന്നാ അവന് മാത്രം അത് മനസ്സിലാവുന്നില്ല. ഈ സമയത്ത് ഇങ്ങനൊന്നും പറയില്ലേ മോളെ? പറയിപ്പിക്കുന്നുണ്ടാ പറയുന്നത്. പുറത്തോട്ട് പോണ്ടെന്ന് പറഞ്ഞ കേക്കത്തില്ലല്ലോ. ഏതായാലും നന്നായി. ഇനി കുറച്ചു ദിവസം
ഹോസ്പിറ്റലിലും വീട്ടിലുമായിട്ട് കഴിയാലോ. അത് കഴിയുമ്പോ കല്യാണവും നടക്കും. അവള് ശരിയല്ലാന്ന് നമ്മൾ പറയുന്നത് പോരാഞ്ഞിട്ട് ദൈവം കൂടി അത് കാട്ടിക്കൊടുക്കുക. ഇനി മനസ്സിലാവുന്നെങ്കിൽ മനസ്സിലാവട്ടെ. ഇടാ മോനെ, എനിക്കും കാണണോ അരുണിനെ. അമ്മായി തൽക്കാലം പോണ്ട. അപകടം അറിഞ്ഞ് ചിലപ്പോ അവള് വരാനുള്ള സാധ്യതയുണ്ട്. കാർത്തു, അങ്ങനെയാണെങ്കിലേ അമ്മായി അല്ല ഇവിടെ വേണ്ടത്, അമ്മയാ വേണ്ടത്. ഞാൻ അപ്പച്ചയും കൊണ്ട് അവിടെ എത്തിയിട്ട് അമ്മയെ വിളിക്കാം. അമ്മ വെറുതെ ടെൻഷൻ ആവണ്ട. ഇനിയെങ്കിലും മോനെ ഒന്ന് നന്നായിട്ട് ഉപദേശിക്കാമായി. അപകടമാണ് അവളൊന്നൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. എന്തേലും അറിഞ്ഞോ പാപ്പേട്ടാ? അത് പറയാനാ ഞാൻ വന്നത്. നമ്മുടെ അഖിൽ വക്കീലെ വിവരം പറഞ്ഞു. കാർത്തു പറഞ്ഞേ ശരിയാ. അരുൺ സാറിന് ഒരു അപകടം ഉണ്ടായി. അരുൺ സാറിന്റെ ബൈക്കില് ഒരു കാറ് തട്ടി. പാപ്പേട്ടാ, എന്റെ സാറിന് എന്താ പറ്റിയത്? അങ്ങനെ ഒന്നുമില്ല മോളെ, വളരെ നിസ്സാര പരിക്കേ ഉള്ളൂ. എനിക്ക് കാണണം സാറിനെ, എനിക്ക് കണ്ടേ പറ്റൂ. അരുൺ ആശുപത്രിയിലാണോ? ആ, ആണെന്നാ വക്കീല് പറഞ്ഞത്. നമുക്ക് അങ്ങോട്ട് പോവാം പാപ്പേട്ടാ, എനിക്ക് സാറിനെ കണ്ടേ പറ്റൂ. അവിടെ പോയാലും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അരുണിന്റെ അമ്മ മോളെ കണ്ടാലും കുഴപ്പമില്ല, പക്ഷെ മറ്റുള്ളവർ കണ്ടാലോ? എനിക്കിവിടെ ഇരുന്ന സമാധാനം കിട്ടില്ല പാപ്പേട്ടാ. ഒന്ന് പോയി കണ്ടാ മതി, ദൂരെ നിന്നെങ്കിലും നോക്കിയാ മതി. മോളെ അങ്ങോട്ട് കൊണ്ടുപോവാൻ എന്തെങ്കിലും മാർഗം നോക്ക് പപ്പേട്ട. ഇത്രയും നേരം അരുണിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാത്തോണ്ടുള്ള ആദ്യമായിരുന്നു. ഇനിയിപ്പോ അതിന്റെ ഇരട്ടിയായിരിക്കും. കണ്ടു നിൽക്കാൻ പ്രയാസമാ. ഞാനേതായാലും വക്കീലും ദീപനായിട്ടൊന്ന് ആലോചിക്കട്ടെ. മോള് വിഷമിക്കണ്ട, എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഞാൻ പോയിട്ട് വേഗം വരാം. പേടിക്കാനില്ലെന്ന് പറഞ്ഞല്ലോ മോളെ. അതിപ്പോ പപ്പേട്ടന് അങ്ങനെയല്ലേ എന്റെ അടുത്ത് പറയൂ. സത്യം എന്താന്ന് നേരിൽ കണ്ടാലേ മനസ്സിലാവൂ. ആഹാ, അപ്പോഴേക്ക് അറിഞ്ഞോ കാര്യങ്ങള്? കേറി വാ. ഇവൻ നിന്നെ വിളിച്ചായിരുന്നോ? ഇല്ല, ഇവനെ കിട്ടാതായപ്പോ ഞാൻ സ്റ്റേഷനിൽ വിളിച്ചിരുന്നു. SI പറഞ്ഞത് ഇവൻ ഇവിടെ ഉണ്ടെന്ന്. അവള് പറഞ്ഞു കാണും വിവരം അറിഞ്ഞു വരെ. എന്നുവെച്ചാൽ അവളുമായി സംസാരിക്കുമ്പോഴാണല്ലോ അപകടം ഉണ്ടായത്. അല്ല, ഇനി അവള് വന്നിട്ടുണ്ടോ? ഇല്ല പച്ചി. നിന്നെയൊന്നും വിശ്വസിക്കാൻ പറ്റാതായിരിക്കാം. ഞങ്ങൾ 4-5 വയസ്സുള്ളപ്പോ മുതൽ സുഹൃത്തുക്കളാ, ഇന്ന് ഒന്നിച്ച് കഴിയുന്നവരാ. അങ്ങനെയുള്ളപ്പോ ഇവനൊരു അപകടം ഉണ്ടായാൽ ഞാൻ ഓടി വരില്ല പച്ചി. അതുകൊണ്ട് നിന്നെ സംശയിച്ചിട്ടില്ല ഇതിനു മുൻപ്. അഖിലാണ് നിന്റെ ബെസ്റ്റ് ഫ്രണ്ടെന്ന് ഞാൻ ഇവനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാ ആ വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു. കാർത്തുമായി ഞാൻ അടുത്തേല് അഖിലല്ല പ്രതി എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ അപ്പച്ചി. നീ കൂട്ടുകാരനെ വെള്ളം പൂശണ്ട. ഇവന്റെ ബുദ്ധിയും അതിന്റെ പിന്നിലുണ്ട്.